അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മനുഷ്യൻ്റെ മാഹാത്മ്യം അള്ളാഹുവിനോടുള്ള ഭയത്തിൽ അധിഷ്ഠിതമാകുന്നു. അവിടെ കുടുംബ ബന്ധത്തിനോ ഗോത്രത്തിൻ്റെ പെരുമയ്ക്കോ യാതൊരു സ്ഥാനവുമില്ല എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിൻ്റെ നിദർശനമായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രം. ഖബ്ബാബ്, ബിലാൽ, സുഹൈബ് റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ സെയ്ദും ഒരു അടിമയായിരുന്നു. പതിഞ്ഞ മൂക്ക്, കറുത്ത നിറം. ആ കുറിയ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഏക വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന അൽ ഹിബ് എന്ന സ്ഥാനപ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത്രേ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: സെയ്ദ് ഉൾക്കൊള്ളുന്ന എല്ലാ സൈനിക സംഘത്തിൻ്റെയും നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. നബിക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഖലീഫയാക്കാമായിരുന്നു. ഇത് പറയുന്നത് സാധാരണ ഏതെങ്കിലും ഒരു സഹാബിയല്ല, നബിയുടെ പ്രിയപത്നി ആയിഷ ബീവിയാണ്. ചരിത്രപ്രസിദ്ധമായ മൂത്ത യുദ്ധത്തിൽ അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമീറാക്കിയത്. ഹിർക്കലിൻ്റെ സൈന്യത്തെ നേരിടാൻ ഒരുക്കി നിർത്തിയ മുസ്ലിം സൈന്യത്തെ യാത്രയച്ചപ്പോൾ നബി പ്രഖ്യാപിച്ചു, സെയ്ദ് ബിൻ ഹാരിസ സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം. അദ്ദേഹം രക്തസാക്ഷിയാൽ ആ കൊടി ജഅഫർ പിടിക്കണം. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ റവാഹയാണ് നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. തൻ്റെ പിതൃവ്യൻ്റെ പുത്രനും ഖുറൈശിയുമായ ജഅഫറിനേക്കാൾ പരിഗണന നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് സെയ്ദിനെ ആദരിക്കുകയാണ് ഇവിടെ ചെയ്തത്. സ്വതന്ത്രനായ ഹാരിസയുടെ വത്സല പുത്രനായിരുന്നു സെയ്ദ്. ഹാരിസയുടെ സ്നേഹവതിയായ ഭാര്യ സുഹദ ഒരിക്കൽ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ കുടുംബത്തിലേക്ക് വിരുന്നുപോയി. ബനുമേൻ ഗോത്രമായിരുന്നു അവരുടെ കുടുംബം. പ്രസ്തുത ഗോത്രത്തിൽ തൻ്റെ കുടുംബവുമൊത്ത് അവർ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി ഭീകരരായ ഒരു കൊള്ളസംഘം ആ ഗോത്രത്തെ കടന്ന് ആക്രമിച്ചു. ബനുമീൻ ഗോത്രം പരാജയപ്പെട്ടു. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു, കൂട്ടത്തിൽ സെയ്ദും. സുഹദ ഏകാഗിയായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. തൻ്റെ മകൻ നഷ്ടപ്പെട്ടതറിഞ്ഞ ആ പിതാവ് ഹൃദയം തകർന്ന് കരഞ്ഞു. പുത്രനെ നഷ്ടപ്പെട്ടതിൻ്റെ പേറാനാവാത്ത ദുഃഖവും വഹിച്ചുകൊണ്ട് അദ്ദേഹം മണലാരണ്യത്തിലെ കുടിലുകളിലും കൂരകളിലും ഒരു ഭ്രാന്തനെ പോലെ തെണ്ടി നടന്നു. എവിടെ തൻ്റെ മകൻ സെയ്ദ്? കണ്ണിൽ കാണുന്ന കാഫിലക്കാരോടും ഗോത്രക്കാരോടും തൻ്റെ മകനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ കുഞ്ഞു മകനെക്കുറിച്ചുള്ള സ്മരണകൾ ദുഃഖത്തിൻ്റെ ഈണം പകർന്ന ഈരടികളായി. അദ്ദേഹം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് പാടിക്കൊണ്ടേയിരുന്നു: സെയ്ദിനെ ഓർത്ത് ഞാൻ കണ്ണീർ പൊഴിക്കുന്നു. അവൻ എന്തു പറ്റി? പ്രതീക്ഷയ്ക്കിടം നൽകുമാർ അവൻ ജീവിച്ചിരിപ്പുണ്ടോ? അതല്ല അവൻ വിധിക്ക് വിധേയനായി പോയോ? സൂര്യൻ ഉദയസമയത്ത് അവനെക്കുറിച്ചുള്ള സ്മരണകളുമായി പാഞ്ഞെത്തുന്നു. അസ്തമയ സമയത്ത് വീണ്ടും അത് ആവർത്തിക്കുന്നു.
കാറ്റിൽ തഴുകിയെത്തുമ്പോൾ ആ സ്മരണ എന്നിൽ ഇളകിവശാകുന്നു. എൻ്റെ ദുഃഖത്തിൻ്റെ ദൈർഘ്യം ഭയാനകം തന്നെ. ഇങ്ങനെയാണ് ആ പിതാവ് പാട്ടുപാടി നടന്നത്. വളരെ കാലത്തിന് ശേഷം നിരാശനായ ആ ഉപ്പ തൻ്റെ മകനെക്കുറിച്ചുള്ള പ്രതീക്ഷ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഒരു കൊള്ളസംഘം ആ ഗോത്രത്തെ ആക്രമിച്ചുവെന്ന്. ആ സംഘം പിന്നീട് സെയ്ദിനെ അടിമയായി ഉക്കാള ചന്തയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നു. ഖദീജയുടെ സഹോദര പുത്രനായ ഹക്കീം ബിൻ ഹിഷാം ഖദീജക്ക് വേണ്ടി 400 വെള്ളിക്കാശ് കൊടുത്ത് സെയ്ദിനെ വാങ്ങി. അന്ന് സെയ്ദിന് പ്രായം 8 വയസ്സ്. ഖദീജ ബീവിയുടെ അടിമയായി മക്കയിൽ സെയ്ദ് വളർന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ സെയ്ദിനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്നേഹസമ്പന്നനായ ഒരു മകനെ പോലെ വളർത്തുകയും ചെയ്തു. ഒരിക്കൽ ഹാരിസയുടെ ഗോത്രത്തിൽപ്പെട്ട ചിലർ ഹജ്ജിന് വേണ്ടി മക്കയിലെത്തി. അവർ സെയ്ദിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. തൻ്റെ പിതാവിൻ്റെ സുഖവിവരങ്ങൾ സെയ്ദ് അവരോട് സന്തോഷപൂർവ്വം അന്വേഷിച്ചറിഞ്ഞ ശേഷം പിതാവിനോട് തൻ്റെ ക്ഷേമൈശ്വര്യങ്ങളും അഭിവാദനങ്ങളും അറിയിക്കാനും ഞാനിവിടെ ആദരണീയനായ ഒരു പിതാവിൻ്റെ കൂടെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്ന വിവരം നൽകാനും അവരോട് ആവശ്യപ്പെട്ടു. നഷ്ടപ്പെട്ട മകനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സെയ്ദ് മക്കയിലേക്ക് പുറപ്പെട്ടു. സഹോദരൻ കഅബുമുണ്ടായിരുന്നു കൂടെ. രണ്ടുപേരും മുഹമ്മദുൽ അമീനെ അന്വേഷിച്ചുകൊണ്ടാണ് അവിടെ എത്തിയത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി ഔപചാരികമായ ആദരവുകൾ പ്രകടിപ്പിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: അബ്ദുൽ മുത്തലിബിൻ്റെ മകനെ, നിങ്ങൾ ഹറമിൻ്റെ സംരക്ഷകനും അഗതികളുടെ അവലംബവും ബന്ദികളെ ഭക്ഷണമൂട്ടുന്നവരുമാണല്ലോ. ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകനെ തേടി വന്നവരാണ്. ഞങ്ങളോട് ഔദാര്യം കാണിച്ചാലും എന്ത് നഷ്ടപരിഹാരം നൽകാനും ഞങ്ങൾ സന്നദ്ധരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ സത്യസന്ധത ബോധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാരിസയോട് പറഞ്ഞു: സെയ്ദിനെ വിളിച്ച് ചോദിക്കൂ, അവൻ്റെ ഇഷ്ടം പോലെയാകട്ടെ. നിങ്ങളുടെ കൂടെ വരുന്നതാണ് അവന് ഇഷ്ടമെങ്കിൽ നിരുപാധികം ഞാൻ അവനെ വിട്ടുതരാം. എനിക്കൊരു നഷ്ടപരിഹാരവും വേണ്ട. മറിച്ച് എന്നോടൊത്ത് കഴിയുന്നതാണ് അവന് ഇഷ്ടമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പകരം ഞാനൊരു നഷ്ടപരിഹാരം സ്വീകരിക്കുകയുമില്ല. അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടതുമാണ്. ഇത് കേട്ട ഹാരിസ സന്തോഷത്തോടെ നബിയുടെ മഹാമനസ്കതയ്ക്ക് നന്ദിയും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിനോട് ചോദിച്ചു: ഇവർ രണ്ടുപേരെയും നീ അറിയോ? സെയ്ദ് പറഞ്ഞു: അതെ, ഇതെൻ്റെ പിതാവും മറ്റേത് പിതൃവ്യനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സെയ്ദേ, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് പ്രവർത്തിക്കാം. നിന്നെ അന്വേഷിച്ച് വന്ന നിൻ്റെ വാപ്പയുടെ കൂടെ താമസിക്കാം. നിൻ്റെ ഇഷ്ടം വ്യക്തമാക്കണം. സെയ്ദ് പറഞ്ഞു: ഇല്ല, ഒരിക്കലും. ഞാൻ നബിയെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല. എൻ്റെ പിതാവും പിതൃവ്യനുമെല്ലാം അങ്ങ് തന്നെയാണ്. സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും രണ്ടിറ്റ് കണ്ണീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഊറി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിൻ്റെ കൈപിടിച്ചു. കഅബയുടെ മുറ്റത്തേക്ക് നടന്നു. ഖുറൈശി പ്രമുഖരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു: സെയ്ദ് എൻ്റെ മകനാണ്. ഞാൻ അവൻ്റെയും അവൻ എൻ്റെയും അനന്തരാവകാശിയാണ്. ഈ പ്രഖ്യാപനം കേട്ട ഹാരിസയുടെ ഹൃദയത്തിൽ സന്തോഷം പീലി വിടർത്തി. തൻ്റെ പുത്രൻ സ്വതന്ത്രം മാത്രമല്ല, ഖുറൈശി പ്രമുഖനായ വിശ്വസ്തൻ്റെ വളർത്തുപുത്രനും അനന്തരാവകാശിയുമായി തീർന്നിരിക്കുന്നു. അതിലുപരി എന്തു വേണം? ആ പിതാവും പിതൃവ്യനും സന്തുഷ്ടരായി നാട്ടിലേക്ക് മടങ്ങി. സെയ്ദ് റളിയല്ലാഹു അൻഹു മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുപുത്രനായി വളർന്നു വരികയും ചെയ്തു. സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തെ മക്ക നിവാസികൾ വിളിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുകയും പ്രബോധനം ആരംഭിക്കുകയും ചെയ്തപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരിൽ അബൂബക്കറിന് ശേഷം രണ്ടാമത് വിശ്വസിച്ചത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തിരുമേനിയുടെ പ്രിയങ്കരൻ എന്ന അർത്ഥം വരുന്ന സെയ്ദുൽ ഹിബ്ബ് എന്ന് സഹാബികൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതൃ സഹോദരിയുടെ പുത്രിയായ സൈനബയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. സൈനബയെ പിന്നീട് അദ്ദേഹം വിവാഹമോചനം നടത്തുകയും അതിനുശേഷം നബി തന്നെ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. പ്രതിയോഗികളിൽ ഇത് ഒച്ചപ്പാട് സൃഷ്ടിച്ചു. തൻ്റെ പുത്രൻ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ
മുഹമ്മദ് വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് അവർ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. ഈ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അവതരിച്ചു: മുഹമ്മദ് നിങ്ങളിൽ ആരുടെയും പിതാവല്ല, ദൈവദൂതനും അന്ത്യപ്രവാചകനും മാത്രമാണ്. ഇതോടുകൂടി വളർത്തുപുത്രനുമായുള്ള ബന്ധം സാക്ഷാൽ പിതൃപുത്ര ബന്ധമല്ലെന്ന് വ്യക്തമാക്കപ്പെടുകയും സെയ്ദ് ബിൻ ഹാരിസ എന്ന് തന്നെ വിളിക്കുകയും ചെയ്തു. ജമൂഹ്, തൊറഫ്, യസി, ഹിസ്മ എന്നീ യുദ്ധങ്ങളിലെല്ലാം മുസ്ലിം സൈന്യത്തിൻ്റെ നായകൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആണിക്കല്ലുകൾ ഇളകിയാടാൻ തുടങ്ങിയിരുന്ന റോമ സാമ്രാജ്യം ഇസ്ലാമിക ശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് വിളറി പൂണ്ട കാലഘട്ടം. അവരുടെ കൊളോണിയലിസം നിലനിന്നിരുന്ന സിറിയയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവശക്തിയും പ്രയോഗിച്ച് ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കാൻ അവർ തീരുമാനിച്ചു. ഹിർക്കലിൻ്റെ റോമാ വംശജരും അതിർത്തിവാസികളായ ചില അറബി ഗോത്രങ്ങളും ഉൾക്കൊള്ളുന്ന 2 ലക്ഷത്തോളം വരുന്ന ഒരു സൈനിക വ്യൂഹം സംഘടിപ്പിക്കപ്പെട്ടു. പ്രസ്തുത സംഭവം മണത്തറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 8-ാം വർഷം ജമാദുൽ ഉല മാസത്തിലെ അവരെ നേരിടാൻ ഒരു സൈന്യത്തെ അയച്ചു. മശാരിഫ് എന്ന സ്ഥലത്ത് റോമാ സൈന്യം തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. മൂത്തയിൽ മുസ്ലിം സൈന്യം ചെന്നിറങ്ങി. അത് കാരണം മൂത്ത എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. ചരിത്രപ്രസിദ്ധമായ ആ സമരത്തിൻ്റെ നേതൃത്വം ജഅഫർ, സയ്യിദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ എന്നിവർ ഏറ്റെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് മുമ്പ് പറഞ്ഞതാണ്. മൂത്ത യുദ്ധത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പതാക വഹിച്ചുകൊണ്ട് മുന്നേറി. വെട്ടുകിളിയെപ്പോലെ 4 ദിക്കിൽ നിന്നും പറന്നെടുത്ത ശത്രു സൈന്യം അദ്ദേഹത്തെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. വിജയവും പരാജയവും ജീവിതവും മരണവും ഇവയിലൊന്നിനും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഒരിടവും ഉണ്ടായിരുന്നില്ല. തൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന വിശാലമായ ജന്നത്തുൽ ഫിർദൗസിൻ്റെ കവാടത്തിലേക്ക് ഇടവും വലവും നോക്കാതെ അദ്ദേഹം കുതിച്ചു പാഞ്ഞു. ഇസ്ലാമിൻ്റെ പതാക തൻ്റെ പിൻഗാമിയായ ജഅഫറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ മണിസൗധത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനത്തിലെ ക്രമമനുസരിച്ച് ആ 3 പേരും രക്തസാക്ഷികളായി. അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ഓർക്കപ്പെടുന്ന മഹത് വ്യക്തിത്വങ്ങൾ അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്കുള്ള ഫളില് കൊണ്ട് അല്ലെങ്കിൽ കറാമത്ത് ബഹുമാനാദികളെ കൊണ്ട് അള്ളാഹു നമ്മയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.